പുതിയ പ്രൊമോ വന്നിട്ടുണ്ട്. ഇന്നും നാളെയും വീക്കെൻഡ് എപ്പിസോഡുകളായിട്ടായിരിക്കും കാണിക്കുക. അപ്പോൾ ലാലേട്ടൻ വന്നിട്ട് അനുമോളോട് ചോദിക്കുന്നു എന്താണ് അനുമോളുടെ ശരിക്കുള്ള പ്രശ്നം. അതേപോലെ ജിസേലിനോടും ചോദിക്കുന്നുണ്ട് എന്താണ് ജിസേലിന്റെ പ്രശ്നം. അനുമോളോട് ചോദിക്കുന്നു നിങ്ങളുടെ ചുണ്ടിൽ ആരെങ്കിലും വന്ന് ടച്ച് ചെയ്താൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും. ജിസേലിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ അവരെ പിടിച്ച് പുഷ് ചെയ്യുന്ന സമയത്ത് അവരെവിടെയെങ്കിലും പോയി വീണിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെന്ന്. അപ്പോൾ അനുമോൾ പറയുന്നു ഇവിടെ ലിപ്സ്റ്റിക് ഉപയോഗിക്കരുത്, മേക്കപ്പ് ഉപയോഗിക്കരുത് എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് എന്ന്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നു ബിഗ് ബോസ് പറയുന്നതെല്ലാം അതേപടി അനുസരിക്കുന്ന ആളാണോ നിങ്ങൾ എന്ന്. ജിസേലിനോട് ചോദിക്കുന്നു ഇവിടെ ലിപ്സ്റ്റിക് ഉപയോഗിക്കരുതെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടും അതെങ്ങനെയെങ്കിലും പോയി ഉപയോഗിച്ചിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ അനുമോൾ പറയുന്നു എന്നെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു എന്ന്. ലാലേട്ടൻ ചോദിക്കുന്നു ഇതൊരു ഗെയിം ഷോ അല്ലേ എന്ന്. സത്യം പറഞ്ഞാൽ അനുമോൾ എല്ലാ കാര്യത്തിനെയും പേഴ്സണലായിട്ട് മാത്രമാണ് എടുക്കുന്നത്. ഇതൊരു ഗെയിം ഷോയാണ്. ചില കാര്യങ്ങൾ ഗെയിമിൻ്റെ പെർസ്പെക്റ്റീവിലൂടെയും കാണണം. ഇത് അനുമോൾ എന്ത് നടന്നാലും എല്ലാ കാര്യവും പേഴ്സണലായിട്ട് മാത്രമാണ് എടുക്കണേ. അതേപോലെ തന്നെ അവിടെ ഒരു ബുള്ളി ഗ്യാങ് ഉണ്ട്. അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഒരു പരിധിക്കപ്പുറം ഈ ബുള്ളി ചെയ്യുന്ന ഒരു ഗ്യാങ്ങിനെയും ഇതേപോലെ തന്നെ ചോദ്യം ചെയ്യണം എന്നുള്ളതാണ്. ഏതായാലും അനുമോൾക്കും ജിസേലിനും പണിഷ്മെൻ്റ് ആവശ്യമാണ് എന്നുള്ളത് ലാലേട്ടൻ പറയുന്നുണ്ട്. ഈ ചെറിയ എന്തെങ്കിലും പണിഷ്മെൻ്റ് കൊണ്ട് ജിസേലിന് എന്തെങ്കിലും ആവും എന്നുള്ളത് വിചാരിക്കുന്നില്ല. കാരണം കംപ്ലീറ്റ് ഡ്രസ്സും സാധനങ്ങളും ഒക്കെ തിരിച്ചയച്ചിട്ട് പോലും എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞോ അത് തന്നെയാണ് ജിസേൽ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ജിസേലിൻ്റെ ഗെയിമാണ് എന്ന് പറഞ്ഞിട്ടാണ് ജിസേൽ തുടരുന്നത്. അങ്ങനെ ഒരാൾ എന്തെങ്കിലും പണിഷ്മെൻറ്റ് കിട്ടിയ ഉടനെ അത് നിർത്തുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ജിസേൽ പുറത്തു പോകുന്നത് വരെ ഇത് തന്നെ തുടരും.